ഇതെന്താണെന്നറിയോ താളിച്ചിരുന്നത്? മധുരപ്പച്ചടി. ഇതിലേക്ക് നമ്മൾ വെള്ളരിക്ക, ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി എടുത്തു, അതുപോലെ തന്നെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി എടുത്തു. രണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടത് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇടുക. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കറിവേപ്പിലയും, പിന്നെ 1/2 കപ്പ് വെള്ളം. വെള്ളം അധികം വേണ്ട, കാരണം വെള്ളരിക്കയിലും വെള്ളമുണ്ട്, പിന്നെ പൈനാപ്പിളും അത് വെന്ത് കഴിയുമ്പോൾ വെള്ളം വരും. അങ്ങനെ അത് ഒന്ന് തിളച്ച് വരുമ്പോൾ സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് അത് അവിടെ കിടന്ന് വെന്തോളും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് നാളികേരം, 3/4 കപ്പായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. വെള്ളമൊക്കെ വറ്റി അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പ് ചേർത്ത് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അരപ്പ് ഒന്ന് കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ തൈര് തയ്യാറാക്കി വെക്കണം. അപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈര്, അത് നന്നായിട്ട് ഉടച്ച് എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഈ പച്ചടിയിൽ മധുരം ചേർക്കണം കേട്ടോ. മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ആദ്യം 3 ടീസ്പൂൺ ഇട്ടു. അത് ഇട്ടിട്ട് അധികം മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഒരു 3 ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി, അവനവൻ്റെ പാകത്തിനനുസരിച്ചിട്ട്. ഉപ്പിത്തിരി കുറവായിരുന്നാണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ പഞ്ചസാര ഇടുന്നത് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ കറിയൊക്കെ പാകമായപ്പോൾ അതിനുശേഷം അവസാനം തീ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തിളയ്ക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായി ആവി കയറിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് കടുക് ഇട്ട് താളിക്കുക.